എന്നാൽ 2017 സ്വിഫ്റ്റാണ്, സിംഗിൾ ഓണറാണ്, കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് 2018 വാഗണാർ VXi ആണ്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ആണ്, പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. അടുത്ത് നമ്മൾ എർട്ടിഗ 80 ആണ്, 2022 മോഡലാണ്. ZXi പ്ലസ് വണ്ടിയാണ്. നമ്മളെ എർട്ടിഗയുടെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. നമുക്ക് 2019 എക്സ്പ്രസ് VXi പ്ലസ് ആണ്, സിംഗിൾ ഓണർ. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ വളരെ കുറച്ച് കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഏകദേശം നമുക്ക് 15,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അടുത്തത് നമുക്കൊരു ഓട്ടോമാറ്റിക് ആണ്, 2023 കേട്ടൺ ഓട്ടോമാറ്റിക്, ന്യൂ മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഈക്കോ 5 സീറ്റ് AC തന്നെയാണ്. നമുക്ക് കളറിനകത്തൊരു വ്യത്യാസമുള്ളൂ. മോഡൽ 2020 തന്നെയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊല്ലം വിട്ടില്ലേ എന്ന ചോദ്യത്തിന് ഇതൊരു അവസാനമായിരിക്കും കേട്ടോ. അതായത് പോപ്പുലർ യൂസ്ഡ് കാർസ്, തട്ടാമലയുള്ള കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്ത് പോപ്പുലർ യൂസ്ഡ് കാർസിനാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. കുറച്ചധികം പുതിയ വണ്ടികളെല്ലാം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തായതുകൊണ്ടും പിന്നെ മഴ ആയതുകൊണ്ടും ഒക്കെ പെട്ടെന്ന് കയറി എടുക്കാനൊക്കെ പറ്റുന്ന ഇവരെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കിട്ടി എന്ന് കണ്ടപ്പോഴത്തേക്ക് ഓടി ഇവിടെ കയറിയതാണ്. അപ്പം നമുക്ക് അടുത്തൊക്കെ നമുക്ക് അങ്ങോട്ട് ചാത്തന്നൂർ, തിരുവനന്തപുരം അങ്ങനെ പിടിക്കാം. അപ്പം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കുറേ വണ്ടികൾ, പുതിയ മുഖങ്ങളായിട്ടുള്ള ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. വാഗണർ, ബ്രീസ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വണ്ടികൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. നമ്മൾ ഈ പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് ചെറിയൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമുക്ക് എല്ലാ മാസവും വീഡിയോ ചെയ്യുന്നതാണ്. ഈ മാസത്തെ വീഡിയോത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു മെഗാ മേളയായിട്ടാണ് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 18, 19, 20, 21 ഈ 4 ദിവസമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് മാരുതിയുടെയും അതർ മോഡൽസായ ചെറുതും വലുതായ കുറേ വണ്ടികളുണ്ട്. ആ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടുത്താം. ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന കസ്റ്റമർക്ക് നാളെയും മറ്റന്നാൾ ഈ പറഞ്ഞ 4 ദിവസം നമ്മൾ തട്ടാമലയാണ് നമ്മൾ ഷോപ്പ് വരുന്നത്. ആ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ വണ്ടി നേരിട്ട് കാണാനും അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടറിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പ്രൈസിനകത്ത് മാക്സിമം ഓഫർ ആവട്ടെ, യൂസ് ചെയ്യുന്ന വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം എക്സ്ചേഞ്ച് വാല്യൂ, ഫിനാൻസ് സൗകര്യം, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കസ്റ്റമർ നോക്കിയതിന് ശേഷം അതിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കാം. വാട്സപ്പ് വഴി ഡിജിറ്റൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഫിസിക്കലി നമുക്ക് വരികയും ചെയ്യാം. നമ്മൾ ഷോപ്പ് വരുന്നത് കൊല്ലം തട്ടാമലയാണ്. തട്ടാമല കാനറ ബാങ്കിനോട് ചേർന്നാണ് നമ്മൾ ഓഫീസ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ബ്രിസ VXi എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ വർഷം വരുന്നത് 2020 ആണ്. ഓണർഷിപ്പ് വരുന്ന ഫസ്റ്റാണ്, സിംഗിൾ ഓണർ, കിലോമീറ്റർ 53,000 ഓടിയ VXi മോഡലാണ്. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമലി മാരുതിയുടെ 6 മാസം വാറണ്ടി അവൈലബിളായ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് നമുക്ക് നോർമലി വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അങ്ങനെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമുക്ക് നോർമലി കളർ വരുന്ന ഗ്രേ കളറാണ്. ഫിനാൻസൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് മാക്സിമം ആദ്യം ഒരു 1-1.5 റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റായിട്ട് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ലോൺ ഇട്ട് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് വണ്ടിക്കകത്ത് പെയിൻറ്റിങ് വർക്കോ അതുപോലെ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇൻറ്റീരിയർ നോക്കിയാലും അറിയാം, നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറാണ്. പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്ത് ഇല്ല. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. ടയറെല്ലാം അത്യാവശ്യം നല്ല ടയറാണ്. നമ്മൾ എടുക്കുന്ന കസ്റ്റമർക്ക് പ്രത്യേകിച്ച് എടുത്ത് പെട്ടെന്നൊരു പ്രൈസ് മുടക്കേണ്ട കാര്യങ്ങളില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 840 അതിനകത്ത് വണ്ടി വന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വേരിയേഷൻ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇടുമ്പോൾ ഈ പ്രൈസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ചോദിക്കുന്ന പ്രൈസിന് തന്നെയല്ല നമ്മൾ വണ്ടി കൊടുക്കുന്നത്. വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ ആ സംസാരിക്കുന്ന ഭാഗത്ത് മാക്സിമം സപ്പോർട്ട് എല്ലാ കസ്റ്റമർക്കും ചെയ്തു കൊടുക്കാം. അടുത്ത് നമുക്ക് ഈക്കോയിലോട്ട് പോകാം. കൂടുതൽ ആൾക്കാർ ഇപ്പം തിരക്കുന്ന ഒരു വണ്ടിയാണ് ഈക്കോ. നമുക്ക് രണ്ടും കിടക്കുന്നത് 2020 മോഡലാണ്. ഒരു ഗ്രേയും റെഡും കിടപ്പുണ്ട്. അത് നമുക്ക് ഗ്രേയുടെ ഡീറ്റെയിൽസിലോട്ട് നോക്കാം. 2020 ഈക്കോ 5 സീറ്റ് AC വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 30 സംതിങ് കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഇത് നമുക്ക് എയർ ബാഗ് വരുന്ന BS6 വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയലൊക്കെ നോക്കുമ്പോൾ പറയാം വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ടയറും കാര്യങ്ങളെല്ലാം ഫ്രണ്ട് പുതിയ ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമുക്ക് ഇതും നോർമലി നേരത്തെ പറഞ്ഞ കണക്ക് 6 മാസം വാറണ്ടി കവറേജുള്ള വണ്ടിയാണ്. അതുകൂടാതെ നമുക്കിത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. നമുക്ക് വണ്ടി വിലയുടെ ഒരു 80-85% വരെ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാവുന്ന വണ്ടിയാണ്. എത്ര ഓടി? ഇത് 36 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ മാറ്റിയിട്ടുണ്ടല്ലേ? ഫ്രണ്ടിലത്തെ ടയർ മാറിയിട്ടുണ്ട്. ബാക്കിലത്തെ ടയർ ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 440 വരും. 440. അതെ.
ഇത് ഈക്കോ 5 സീറ്റ് AC തന്നെയാണ്. നമുക്ക് കളറിനകത്തൊരു വ്യത്യാസമുള്ളൂ. മോഡൽ 2020 തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതിനെ അപേക്ഷിച്ച് ഇതിനകത്ത് നമുക്ക് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. നോർമലി പറഞ്ഞാൽ എയർ ബാഗും സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പ്രോപ്പർ അതിൻ്റെ കിലോമീറ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ 44 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 44 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടയർ 4 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പിന്നെ ടയർ ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ടയർ 4 ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇതിനകത്ത് AC ആണ് വരുന്നത്. എല്ലാ ടയറും 4 ടയറും ഉണ്ട്. വണ്ടിക്കകത്ത് ബോഡിക്കകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ വേറെ ഡെൻറ്റോ ഡാമേജോ ഒന്നുമില്ല. 6 മന്ത് വാറണ്ടി ഉണ്ട്. നമുക്ക് ആദ്യം ഒരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 445 ആണ്. അടുത്ത് നമുക്ക് വാഗണാറിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കാം. ഇത് 2018 വാഗണാർ VXi ആണ്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ആണ്. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 50 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ VXi എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാഗണറിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് സീറ്റ് കവർ, ഫുൾ മാറ്റ്, അങ്ങനെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആക്സറീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമലി വണ്ടിക്ക് ടയർ ഭാഗം നോക്കുവാണെങ്കിൽ 4 ടയറും അത്യാവശ്യം നല്ല ടയറുകളാണ് കിടക്കുന്നത്. പിന്നെ വണ്ടിക്കകത്ത് ബോഡിയിൽ പെയിൻറ്റിങ് വർക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്തില്ല. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ജസ്റ്റ് പോളിഷിങ് കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. ഇതിൻ്റെ ഫിനാൻസ് നോക്കുവാണെങ്കിൽ ആദ്യം ഒരു 75 റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുമെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ഇട്ടേക്കുന്നത് 425 ആണ്. 425. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല? ഇല്ലില്ല. ഈ ബോഡി കാണുന്ന ചെറിയ അറിയാം, നോർമലി 2018 ആണ്. 6 വർഷത്തെ പഴക്കമുണ്ട്. ചെറിയ ഡാമേജുകളേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. ഇല്ല. ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരും ഏറ്റവും കൂടുതൽ ആൾക്കാരും തിരക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാഗണറിലോട്ടാണ് പോകുന്നത്. നമുക്ക് 2016 വാഗണർ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിൻ്റെ കിലോമീറ്റർ വരുന്നത് 47,000 കിലോമീറ്റർ ഓടിയ പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കി അറിയാൻ പറ്റും. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സൂക്ഷിക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് 6 മന്ത് വാറണ്ടി ഓൾറെഡി പോപ്പുലറിൻ്റെ ഓട്ടോകോൺ 6 മന്ത് വാറണ്ടി ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ടയറാണ്. 4 ടയറും ഒരുപോലെ നമുക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പെയിൻറ്റ് വർക്കോ വേറെ ബോഡി ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിൽ ക്യാമറ കാര്യങ്ങൾ, സെൻസർ അതെല്ലാം അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് ഓൾറെഡി കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് എല്ലാ വണ്ടിയിലെയും കണക്ക് തന്നെ നമുക്ക് മാക്സിമം ഒരു 75 രൂപ റേഞ്ചിൽ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 420 ആണ്. 420? അതെ. വേറെ റീപ്ലേസിംഗ് ഒന്നുമില്ല? ഇല്ല. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് എല്ലാ വണ്ടിയും. 2022 വാഗണാർ നമ്മളെ ന്യൂ ഷേപ്പ് ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. VXi എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടി. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. കിലോമീറ്റർ വന്നിട്ട് 30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. കളർ വൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഇൻറ്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ, അതുപോലെ തന്നെ ഫുൾ മാറ്റ്, സ്പോയിലർ, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബോഡിക്കകത്ത് വേറെ പെയിൻറ്റിങ്ങോ ഡെൻറ്റോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ടയറാണ് വണ്ടിക്ക് കിടക്കുന്നത്. നോർമലി നമ്മൾ പോപ്പുലർ മാരുതിയുടെ 6 മാസം വാറണ്ടി കവറേജുള്ള വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 615 ആണ് നമ്മൾ സെല്ലിങ് വരുന്നത്. എത്ര എണ്ണം ഇറക്കാം? ആദ്യം നമ്മൾ ഒരു 80 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉള്ള കസ്റ്റമർക്ക് നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം. 1 രൂപ അല്ലേ? അതേ ഉള്ളൂ. അവിടെ അടുത്ത് നമുക്ക് 2022 സ്വിഫ്റ്റിലോട്ട് പോകാം. 2022 സ്വിഫ്റ്റ് VXi ആണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 19,000 കിലോമീറ്റർ ഓടിയേക്കുമാണ്. റെഡ് കളറാണ്. പ്രോപ്പർ നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവറൊക്കെ, ബക്കറ്റ് സീറ്റ് കവറൊക്കെ ചെയ്ത് ഫുൾ മാറ്റൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിത് ഫിനാൻസ് ഏകദേശം നമുക്കൊരു 85% വരെ ഫിനാൻസ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആദ്യം ഒരു 1 ലക്ഷം രൂപ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാവുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. നമ്മൾ ഈ ബോഡി കാണുന്ന ചെറിയ ബമ്പറിലേക്കുള്ള ചെറിയ സ്ക്രാച്ചുകളുള്ളൂ. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളായിട്ട് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി ആയിരിക്കും ഏത് വണ്ടിയും ഡെലിവറി ചെയ്യുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്ന 675 ആണ്. 2022 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർ 19,000 കിലോമീറ്റർ. എന്നാൽ 2017 സ്വിഫ്റ്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നോർമലി പ്രോപ്പർ കമ്പനി സർവീസാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻ ഇൻറ്റീരിയർ ആണ്. നമുക്ക് ഒരു സീറ്റ് കവർ, അതുപോലെ തന്നെ ഫുൾ മാറ്റ്, നമുക്ക് ഒരു ഡബിളിൻ്റെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്കും ബാക്കി ഫീച്ചേഴ്സ് വരുന്നതാണ്. ബാക്കിൽ ക്യാമറ, അങ്ങനെ അത്യാവശ്യം കസ്റ്റമർക്ക് വേണ്ട അഡീഷണൽ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ടയർ ഭാഗമാണെങ്കിൽ നമ്മൾ 4 ടയറും പുതിയ ടയറാണ്. 50,000 നമ്മൾ സെക്കൻഡ് ടയറാണ് ചെയ്തേക്കുന്നത്. സെൻസർ, അതുപോലെ തന്നെ ക്യാമറ, എല്ലാ ഫിറ്റ്മെൻറ്റും ഉണ്ട്. ഇത് നമുക്ക് നോർമലി പോപ്പുലറിൻ്റെ നമുക്ക് 6 മാസം വാറണ്ടി കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്.
ഫിനാൻസ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു 1 ലക്ഷം രൂപ അടയ്ക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് പ്രൈസ് ഇട്ടേക്കുന്നത് നമ്മൾ 465 ഏത് വർഷമായിരുന്നു? 2017 നെഗോഷ്യബിൾ ആണ്. അടുത്ത് നമ്മളൊരു 2018 കിഡാണ്, ക്ലൈംബർ എന്ന് പറഞ്ഞ മോഡലാണ്, RXT വേരിയൻ്റ് ആണ്. അതൊരു ലിമിറ്റഡ് എഡിഷൻ ആണ്. അപ്പം നമുക്കിനകത്ത് ഗ്രാഫിക്സ് അതുപോലെ തന്നെ നോർമലി സൈഡ് മിററിലൊക്കെ കളർ വ്യത്യാസം വരുന്നുണ്ട്. സീറ്റ് ഓവർ അതാണ് മാച്ചിങ് സീറ്റ് ഓവറാണ് വരുന്നത്. ഇൻറ്റീരിയറൊക്കെ നോക്കുമ്പോൾ അറിയാം വെൽ മെയിൻറ്റൈൻ ആയിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. കിലോമീറ്ററും വളരെ കുറച്ച് കിലോമീറ്ററാണ് ഓടിക്കുന്നത്. 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. അത്യാവശ്യം നല്ല കളറുമാണ്. ഈ വണ്ടിക്ക് നമ്മൾ നോർമലി നമ്മൾ പോപ്പുലറിൻ്റെ വാറണ്ടിയുള്ള വണ്ടിയാണ്. 11,000 കിലോമീറ്റർ അതെ, കമ്പനി ടയറാണ്, കമ്പനി സർവീസ് വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം നോക്കിയാലും റീപെയിൻറ്റ് സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ 315 ഇത് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ആദ്യം ഒരു 75 രൂപ റേഞ്ചിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അടുത്ത് നമ്മൾ എർട്ടിഗ 80 ആണ്, 2022 മോഡലാണ്. ZXi പ്ലസ് വണ്ടിയാണ്. ZXi പ്ലസ് നമ്മളെ എർട്ടിഗയുടെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 22,000 കിലോമീറ്റർ ഓടിയ പ്രോപ്പർ കമ്പനി സർവീസാണ് വരുന്നത്. പിന്നെ ZXi പ്ലസ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് നോർമലി മാരുതിയുടെ 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 1230 നമ്മളെ ചോദ്യം. ഇതിനകത്ത് നോർമലി 1230. നമ്മൾ പുതിയ വണ്ടി വരുമ്പോഴത്തേക്ക് 16 സംതിങ് റേഞ്ച് ഉണ്ട്. അത് നോർമലി അതൊക്കെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കും. ടെയിൽ ലാമ്പ് എടുത്ത സമയത്ത് ചെറുതായിട്ടും തട്ടിയാണ്, അതെല്ലാം നമ്മൾ മാറ്റി കൊടുക്കും. പുതിയ വണ്ടി ആകുമ്പോഴത്തേക്ക് 16 റേഞ്ച് വരുന്നുണ്ട്. 16. നിങ്ങൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ 1230. 2022 ZXi പ്ലസ് 80. 2019 എക്സ്പ്രസോ VXi പ്ലസ് മോഡലാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. VXi പ്ലസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോഡലാണ്. അതുപോലെ തന്നെ വണ്ടിക്കകത്ത് നമുക്ക് സീറ്റ് കവർ, ഫുൾ മാറ്റ്, അഡീഷണൽ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയറാണ്. വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,10,000 രൂപയാണ് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. ഇത് VXi എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് ലോണോ കാര്യങ്ങളോ നോക്കുവാണെങ്കിൽ ആദ്യം നമുക്കൊരു 75,000 80,000 റേഞ്ച് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 6 മാസം വാറണ്ടിയുള്ള വണ്ടിയാണ്. 2020 കിഡ് മോഡലാണ്. RXL എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. നമ്മുടെ ന്യൂ മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ. 27,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാണ്. നോർമലി 6 മാസം വാറണ്ടിയുള്ള വണ്ടിയാണ്. വണ്ടിക്കകത്ത് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് 6 മാസം വാറണ്ടി ഉണ്ട്. ഫിനാൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 75-80 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് കിലോമീറ്റർ വന്നിട്ട് 27,000 ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. ആ ടയർ ഫസ്റ്റ് ടയർ തന്നെ നടക്കുന്നത്. എത്ര ചോദ്യം? ഇത് ചോദ്യം 375 നമുക്ക് 2019 എക്സ്പ്രസോ VXi പ്ലസ് ആണ്. സിംഗിൾ ഓണർ. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ വളരെ കുറച്ച് കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഏകദേശം നമുക്ക് 15,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. നോർമലി ഫുള്ള് കമ്പനി ഹിസ്റ്ററിയും റെക്കോർഡും ഉള്ള വണ്ടിയാണ്. 6 മാസം വാറണ്ടി കവറേജ് വരുന്നുണ്ട്. വണ്ടിക്കകത്ത് തന്നെ സീറ്റ് കവർ, ഫുൾ മാറ്റ് അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് സൗകര്യം ഏകദേശം വണ്ടി വിലയുടെ 80-85% ആദ്യം നമുക്ക് എല്ലാ വണ്ടിയിലും പറഞ്ഞ കണക്ക് മിനിമം ഒരു 75 രൂപ 80 രൂപ റേഞ്ചിൽ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. എക്സ്പ്രസോ VXi പ്ലസ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 480. 480. കിലോമീറ്റർ 15,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വളരെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അടുത്തത് നമുക്കൊരു ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ നേരത്തെ എക്സ്പ്രസ് ആണെങ്കിൽ ഇത് കേട്ടൺ ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് VXi മോഡലാണ്. കിലോമീറ്റർ വന്നിട്ട് 21,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. ഇത് നമുക്ക് 6 മാസം വാറണ്ടി കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം നമുക്കൊരു എല്ലാ വണ്ടിയിലും പറയുന്ന കണക്കൊരു 75 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാവുന്ന വണ്ടിയാണ്. ടയറൊക്കെ നല്ല ടയറാണ്. പിന്നെ തീർച്ചയായിട്ടും വണ്ടിക്കകത്ത് പെയിൻറ്റിങ്ങോ അങ്ങനെ വേറെ ഡെൻറ്റിങ്ങോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഉപയോഗിച്ചൊരു വണ്ടിയാണ്. 2019 കേട്ടൺ VXi ഓട്ടോമാറ്റിക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ ഇട്ടേക്കുന്നത് 440. 440. അതെ. അടുത്തത് നമുക്കൊരു ഓട്ടോമാറ്റിക് ആണ്. 2023 കേട്ടൺ ഓട്ടോമാറ്റിക് ന്യൂ മോഡൽ വണ്ടിയാണ്.
സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ വന്നിട്ട് 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റെഡ് കളറാണ്. 2023 കേട്ടൻ VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 6500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 6500 ഓടി. 6500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. രജിസ്ട്രേഷൻ വന്നിട്ട് കൊല്ലമാണ്. കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് 1 വർഷം വാറണ്ടി കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരും. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 520 വരും. 520 എന്ന് പറയുമ്പോൾ ഏകദേശം പുതിയ വണ്ടിയുടെ പുതിയ വണ്ടിയുടെ വില 1000ആണ്. പുതിയ വണ്ടിക്ക് അതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് VXI LXI? VXI മോഡൽ. VXI. നമുക്ക് അടുത്തൊരു ലോ കിലോമീറ്റർ ഓൾട്ടോ 800 2021 മോഡലാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 17000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മാരുതിയുടെ 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 3 ഫ്രീ സർവീസും ഉണ്ട്. നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് 370 ആണ്. ഇത് ഫിനാൻസ് സൗകര്യമാണ്. ഏകദേശം വണ്ടി വിലയുടെ ഏകദേശം ഒരു 70,000 രൂപ റേഞ്ചിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി വരാം. 2022 ഓൾട്ടോ 800 VXI ആണ്. സിംഗിൾ ഓണർ. 22,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വണ്ടി VXI എന്ന് പറഞ്ഞാൽ ഓൾട്ടോയുടെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2 എയർ ബാഗ്, ABS, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഫുൾ മാറ്റ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ 1 വർഷം വാറണ്ടി വരുന്ന വണ്ടിയാണ്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബോഡി നോക്കിയാലും പ്രത്യേകിച്ച് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിത് ഏകദേശം ഒരു 70-75 രൂപ റേഞ്ചിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റിയ മോഡൽ കൂടിയ ഒരു ഓൾട്ടോ 800 ആണ്. ഒന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് 385 ആണ്. 385. അതെ. 2022 ഓൾട്ടോ 800 VXI. അപ്പോൾ ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട്. പറഞ്ഞ മേളയുടെ കാര്യങ്ങൾ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികളായിരുന്നു. അത്യാവശ്യം പോഷ് വണ്ടികളാണ്. ചെറിയ വണ്ടികളാണെങ്കിലും വർഷം കുറവായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പേയ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ഒരു നല്ല മെക്കാനിക്കിനെ കൂടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.